ഹായ് ഗൈസ്, അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു വക്കിലെത്തിയിരിക്കുമ്പോൾ ഞാൻ തുടങ്ങി എന്തുകൊണ്ട് കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ചിലർ റീൽസ് ഒക്കെ ഇടാറുണ്ട്, എന്നാലും ഇതാണ് ആദ്യമായിട്ട്. ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ എ ഡാൻസിങ് റീൽ. ഓക്കെ, ഐ എം നോട്ട് എ പ്രോ ഇൻ മേക്കപ്പ്, പക്ഷേ ഞാൻ ചെയ്യും, മേക്കപ്പ് ചെയ്യും. സന്തോഷം ആഗ്രഹിക്കാത്തവരെ ആരുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു പ്രൈമർ മൂസ് ഫൗണ്ടേഷനാണ്. വീടൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എൻ്റെ സ്പഞ്ച് അവിടെ പോയി ഞാൻ മറന്നുപോയി ഗൈസ്. സോ ഇപ്പം എൻ്റെ ഇതാണ് ആയുധം. ഓക്കെ, ഇതന്നെ ഇട്ടിട്ട് തുടങ്ങണ്ടേ തോന്നുന്നു. അതാണോ അറിയില്ല, കുറച്ച് ചെയ്യാം. എച്ചങ്ങ് തേമ്പ്, അല്ലാണ്ട് പിന്നെ എന്തൊക്കെ ചെയ്യാം. കേരള സാരി അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിലും കൊഴുത്തിൽ കൂടും. നെക്സ്റ്റ് ഇൻസൈറ്റിൻ്റെ കൺസീലറാണ്. അപ്പോൾ നമുക്ക് എവിടെയൊക്കെ എന്താ പറയുക ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ട് അവിടെ വെച്ച് തേമ്പോ എനിക്ക് കണ്ണിൻ്റെ അടിയിലാണ്. കണ്ണിൻ്റെ അടിയിൽ ഇവിടെ 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 ഇനി വേണമെങ്കിൽ ഇവിടെ ടിങ് ടിങ്. ഓക്കെ, ഇത് ഉപയോഗിക്കണം. തേമ്പിക്കോ. എസെൻസിൻ്റെ ഐഷാഡോ പാലറ്റ്. ഇതൊക്കെ എൻ്റെ ചേച്ചി എനിക്ക് സ്പോൺസർ ചെയ്യുന്നതാണ്. ഞാൻ കാശ് കൊടുത്ത് കുറച്ചൊക്കെ വാങ്ങുള്ളൂ. നമുക്ക് ഏതെടുക്കാം? ഇതെടുക്കാം അല്ലേ വിചാരിക്കും. നെക്സ്റ്റ് ബ്ലൂ ഹെവൻ്റെ ഇതെങ്ങനെ പോപ്പ് ആൻഡ് ഗ്ലോ ബ്ലഷ് ചീക്ക് ആൻഡ് ഐസ് ജെൽ ബ്ലൂ. ഇതൊരു ടാസ്ക്കാണ്, വരുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ എടുക്കും. ഞങ്ങൾ പൊട്ടിക്കില്ല. ബാക്കിയൊക്കെ നമുക്ക് എഡിറ്റിങ്ങിൽ ചെയ്യാം. ഇട്ടൊക്കെ ആവശ്യത്തിന് മതി. ഇതെൻ്റെ അതിൽ നാളെ തൊട്ട് ഞാൻ ഈ ബ്ലഷൊക്കെ ഇട്ട് പോയി നമുക്ക് പറയാം ആരാ നിൻ്റെ മുഖത്തടിച്ചത്. സീരിയസ് ആയിട്ട് വെച്ചത് കുറച്ചും കൂടി അപ്ഡേറ്റ് ആവാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ജെൻസി പിള്ളേരുടെ ട്രെൻഡ് എന്ന് മനുഷ്യന് മനസ്സിലാണ്ടേ. ഒന്നില്ലെങ്കിലും ഞാൻ കുറച്ച് കാലം ജെൻസി പിള്ളേരെ പഠിച്ചാകുമ്പോൾ ചുവന്നോ ഇല്ല, ഇത്ര ചുവന്നാൽ മതി. നെക്സ്റ്റ് നമുക്ക് ഐബ്രോസ് സെറ്റ് ചെയ്യാം. എനിക്ക് ആ കൂടി ഇത്തിരി പിരികമേ ഉള്ളൂ. അപ്പോൾ ഞാനതങ്ങ് ബ്രഷിൻ്റെ പോലെ മാറാലടിക്കുന്ന ബ്രഷ് പോലെ ഉണ്ട്. ഓക്കെ, പിന്നെ ഇതൊക്കെ ചോദിക്കും ചിലരൊക്കെ, എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? ആരെ കാണിക്കാനാ? എന്നെ കാണിക്കാൻ ഇതൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചത് പിന്നെ എന്തിനാണ്? എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് മുന്നേ ഉപയോഗിച്ച് തരണ്ടേ? ഇവിടെ ഒരു ഡോട്ട് ഇടുക, ഇവിടെ ഒരു ഡോട്ട് ഇടുക, ഇവിടെ ഒരു ഡോട്ട് ഇടുക, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വര, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വര, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വര, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വര. പുരികം വന്നത് കണ്ടു. എന്നിട്ട് ഇതങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ശരിയായോ? എന്തോ വരട്ടെ അങ്ങോട്ട്. വെക്കിരുത്തം പിള്ളയാ ഏതാണ്ട് ഒരു കോലമൊക്കെ ആയെന്ന് എനിക്ക് തോന്നുന്നു. എത്രയൊക്കെ മതി എന്നെ കാണിക്കില്ലേ? എത്രയൊക്കെ മതി. ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ണെഴുതാം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഒരു ഡാൻസ് കളിക്കുമ്പോൾ നമ്മളിപ്പം കണ്ണെഴുതണം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഫേസ് സ്കാനഡയുടെ മാഗ്നറ്റ് ഐസ് ഐലൈനറാണ്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബ്രഷിന് ഭയങ്കര നീളമുള്ളതാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. പക്ഷേ കുറച്ച് മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് കണ്ണ് കുറച്ച് ഹെവി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. കുറച്ചുകൂടി ലെങ്ത്തുള്ള ഒരു ബ്രഷ് കിട്ടുവാണെങ്കിൽ ഞാൻ അതിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ആദ്യം ഇവിടെ ഇങ്ങോട്ടൊരു വര, പിന്നെ ഇങ്ങോട്ടൊരു വര, ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വര. ഓക്കെ, എന്നിട്ട് ഇതൊക്കെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കും. പക്ഷേ എൻ്റെ പ്രധാന പ്രശ്നം എന്താണെങ്കിൽ ഇതുപോലെ മറ്റു വരില്ല. ഇപ്പോൾ ഒരു അതില്ലേ ഇനി ഇത് ഇങ്ങോട്ട് അടയ്ക്കുക, ഇവിടെ അങ്ങോട്ട് ടച്ച് ചെയ്തുള്ളൂ. ചെയ്യില്ല. ഓക്കെ, ശരിയായോ? ഇപ്പോൾ വരച്ചത് എവിടെ തന്നെ അറിയില്ല. എത്തിയല്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഒന്ന് കൊച്ചി ഒന്ന് കൊയിലാണ്ടി മാറ്റാം. അടുത്തത് നമുക്ക് ലിപ് ടിൻറ്റ് പ്ലസ് ലിപ് ഗ്ലോസ്. ഞാനൊരു ലിപ്സ്റ്റിക് ഫാനായിരുന്നു. പിന്നെ ഇത് ഞാൻ തേജോപതം ചെയ്തു. എൻ്റെ ഫ്രണ്ട് വാങ്ങിച്ചുകൊണ്ടുവന്നതാ. ഡു യു ഹാവ് സച്ച് ഫ്രണ്ട്സ്? ഐ ഹാവ്. ഓക്കെ, മോമോസോൻ്റെ ലിപ് ഗ്ലോസ് വിത്ത് ലിപ് ടിൻറ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ട്രൈ ചെയ്യാം. ആദ്യം ലിപ് ലൈനർ അറിയാം കേട്ടോ. ഓക്കെ, ഇതെങ്കിലും വന്നു. നമുക്കടുത്ത് നോക്കാം. ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇത് ഞാൻ പൊട്ടിക്കോ? ഇല്ല, പൊട്ടിച്ചില്ല. ഇത് ബ്രിക്ക് റെഡ് കളറാണ്. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് യൂസ് ബട്ട് ലെറ്റ്സ് ട്രൈ. ഓക്കെ, ഇതൊരു ന്യൂഡ് ലിപ് ഷെയ്ഡാണ്. സോ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾക്ക് ഒന്നും കൂടെ ലിപ് ലൈനർ ഇടണം. ഉണ്ടോ കുറച്ചും കൂടെ? അപ്പം നമുക്ക് ആ കളർ നമുക്ക് എന്താ പറയുക കുതിച്ച് നിൽക്കുന്നില്ല. നമ്മുടെ ലിപ്പ് കുറച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാറുള്ളത്. ആക്ച്വലി ഐ എം റിപ്പീറ്റിംഗ്. എനിക്ക് ഇതിലൊന്നും വലിയ ഇതില്ല, എന്നാലും ഇതുകൊണ്ട് ചെയ്യുന്നൊരു പരിപാടികളാണ്. നമുക്കതൊക്കെ യൂസ് ചെയ്യണ്ടേ? കുറച്ച് തിക്നെസ്സിൽ ലിപ് ലൈനർ ഇട്ട് കൊടുക്കുന്നു. ഇപ്പം നടുക്ക് മാത്രം ലിപ്സ്റ്റിക് വരുന്ന രീതിയിൽ ലിപ്സ്റ്റിക് അല്ല, സോറി, ലിപ് ടിൻറ്റ്. കൊള്ളാം. ഓക്കെ, നെക്സ്റ്റ് ഒരു പൊട്ടുകൂടെ വെച്ചാൽ നമ്മുടെ പരിപാടി തീർന്നു.
പണ്ട് എൻ്റെ അമ്മ ഭയങ്കരമായിട്ട് ഗോപിപ്പൊട്ട് ഇട്ട് വെച്ചിരുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ വയ്ക്കുന്നത്. അത്ര വലുതൊന്നും വെക്കാനൊരു ധൈര്യമില്ലാത്തതുകൊണ്ട് ഒരു കുട്ടി ഗോപി ഞാൻ വാങ്ങിച്ചു. എസ്പെഷ്യലി ഫോർ ഡൂയിങ് ഡാൻസ് റീൽസ്. ഡാൻസേഴ്സ് ആ ഒരു ഗോപിപ്പൊട്ട് വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓക്കെ, ചിരിഞ്ഞോ? ഇനി ഇതിൻ്റെ അടിയിൽ വല്ല കുളിക്കും ചെയ്യണം. ചെയ്താലും എൻ്റെ കൈ തിരിക്കുന്നു വൃത്തികളാക്കാൻ. ഓക്കെ, കുറച്ച് വൃത്തികളാക്കിയപ്പോൾ സമാധാനമായി. ഇനി അത് ഞാൻ മാറ്റി കഴിഞ്ഞാൽ അത് ഫുൾ കൊളാബറേഷൻ ആയിരിക്കും. അപ്പം ഇതാണ് കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റേ ഹെയറും ജ്വല്ലറിയൊക്കെ മാറ്റിയിട്ട് വരാം. പ്രത്യേകിച്ച് വേറെ ഹെയർ സ്റ്റൈലൊന്നും എൻ്റെ തലയിൽ പരീക്ഷിക്കാൻ അറിയില്ല. പക്ഷേ ബാക്കിയുള്ളവരുടെ തലയിൽ ഞാൻ പരീക്ഷിക്കും. സോ ഐ തിങ്ക് ഇത് സൂട്ടാവും തോന്നുന്നു. പിന്നില്ലേ, എൻ്റെ ഇനി പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല. ഈ അലങ്കോലമാക്കി വെച്ചിരിക്കുന്ന മേശ ഞാൻ എങ്ങനെ പഴയ രീതിയിലാക്കും, ഇല്ലെങ്കിൽ എൻ്റെ അമ്മ എന്നെ കൊല്ലും. യെസ്, ഞാൻ ഐ പ്രൗഡ് ടു സേ ഐ സ്റ്റിൽ ഗെറ്റ് ആസ്പിക്സ് ഫ്രം മൈ മോം.